അതൊരു പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പ്രസംഗമായിട്ടാണ് തോന്നുന്നത്. കാരണം പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ടെങ്കിലും ഇത്ര പ്രകോപനപരമായിട്ട് പ്രസംഗിക്കാറില്ല. കാരണം ഇപ്പോൾ വളർന്നു വരുന്ന വൈകാരികമായി ചിന്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും. അപ്പോൾ അവരിലേക്കൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാമുദായിക ലഹള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് പല വാക്കുകളും പറയാറുണ്ട്, പക്ഷെ ഇതങ്ങനല്ല. ഇത് പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിയിൽ ഏത് രാഷ്ട്രീയ സംഘടനയായാലും മതസംഘടനയായാലും ഒരു എതിർപക്ഷത്തുള്ള ആളുകൾ പറയും, വെല്ലുവിളിക്കും ഉണ്ട്. പക്ഷെ ഇത് ഒരു വിഭാഗത്തെ എതിർത്ത് കഴിഞ്ഞാൽ കൈവിട്ടും അല്ലെങ്കിൽ അങ്ങനെ പരിഹരിച്ചാൽ സാധാരണ ഈ പ്രസംഗത്തിൽ ഓരോ രൂപത്തിൽ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. പക്ഷെ ആ രീതിയിലല്ല ഇതിൻ്റെ